നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തുണ്ടെങ്കിലും അത് ആരോടെങ്കിലും പറഞ്ഞാലല്ലേ പപ്പേട്ട പരിഹരിക്കാൻ പറ്റൂ. ഇതിപ്പോ തുമ്പും പാലും ഇല്ലാതെ പെരുമാറിയ നമ്മൾ എന്ത് ചെയ്യും? ഇനിയും കണ്ണടച്ചിരുന്നാൽ വലിയ ദുരന്തങ്ങൾക്ക് വരെ ദേവൻ സാക്ഷിയാകേണ്ടി വരുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി മറ്റാരെങ്കിലും അങ്കിളിനെ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതായിരിക്കോ? ആര് ഭീഷണിപ്പെടുത്താൻ? അങ്ങനെയൊന്നും അല്ല മായച്ചി. ഇത് മറ്റെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാവാനാ സാധ്യത. അങ്കിളിനോട് ഇനി ആരെങ്കിലും വല്ല നുണയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടോന്നാ ഞാൻ സംശയിക്കുന്നു. എന്തായാലും മോളങ്ങോട്ട് പോവല്ലേ, പോയി സംസാരിക്ക. ദേവന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ എന്താണെങ്കിലും മാറ്റാൻ നോക്ക്. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ഏയ് അത് വേണ്ട വല്യമ്മ. വെറുതെ വല്യമ്മയോട് ഇനി അങ്കിളിനൊരു വെറുപ്പ് വേണ്ട. എന്നെ സൂര്യ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതൊക്കെ സഹിക്കും. അതുപോലെ അല്ലല്ലോ വല്യച്ഛനും വല്യമ്മയും. എന്നോടും മോശമായിട്ടൊന്നും ദേവൻ സംസാരിച്ചില്ല. പിന്നെ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ദേവന് നല്ല വിഷമമുണ്ട്. അത് പറയുകയും ചെയ്തു. അത് പിന്നെ കാണാതിരിക്കോ പപ്പേട്ട? ഹോ, ഇപ്പോഴും നമുക്ക് ആ കാര്യം ഓർക്കാൻ തന്നെ പേടിയാവുക. മോളെ, നീ അവിടെ പോകുന്നൊക്കെ കൊള്ളാം. ആ ദുഷ്ടകൂട്ടങ്ങളെ ശ്രദ്ധിച്ചോണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. മോള് പോകുന്നത് ഇനിയും സൂര്യക്ക് ഇഷ്ടപ്പെടുവോ? തൽക്കാലം ഞാൻ സൂര്യയോട് പറയുന്നില്ല വല്യച്ഛ. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. എന്നാ പിന്നെ മോള് പോയിട്ട് വാ. ശരി അമ്മ, പോയിട്ട് വാ, സൂക്ഷിച്ചു. വല്യച്ഛ. എന്റെ മോളുടെ ഈ കഷ്ടപ്പാടൊക്കെ ഇനി എന്നാണാവോ മാറുന്നത്? എല്ലാം ശരിയാവും ഗായത്രി. ചിലപ്പോ എല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും. ദേ, ഭാവനെ പോലെ ഒരു മരുമോളെ കിട്ടിയതിലെ ജയനിർമ്മല 100 പുണ്യം ചെയ്യണം ഗായത്രി. ഭാവനയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിലേ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് സൂര്യ അവരിൽ നിന്ന് അകറ്റിയാന്. അതെ മാമി, ഈ അവസ്ഥയിലും ആ അച്ഛനെയും മകനെയും ഒന്നാക്കാൻ വേണ്ടിയിട്ടാ അവളിപ്പോ പോയിരിക്കുന്നത്. ആ മാനസയുടെ പ്രസവം കഴിയുന്നത് വരെ ഇതുപോലുള്ള പല തലവേദനകളും വന്നുകൊണ്ടേയിരിക്കും ഗായത്രി. ആദ്യം ആ ഒരു കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത്. എന്നാലേ പല കുരുക്കുകളും അഴിയൂ. എന്റെ അഭിപ്രായത്തിൽ ഭാവനയും സൂര്യയും തൽക്കാലം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്ന നല്ലത്. അങ്ങനെയാണെങ്കിൽ അവര് താമസിക്കുന്നിടത്തേക്ക് ആർക്ക് വേണമെങ്കിലും പോവാലോ. ഗായത്രിക്കും വേണമെങ്കിൽ അവിടെ പോയി നിൽക്കാം. പക്ഷേ ഭാവന അതിന് തയ്യാറാവത്തില്ല മാമ. സൂര്യ ഒരിക്കലും അങ്കിളിന്റെ ആന്റിയുടെ അടുത്തുനിന്ന് ഭാവന വേർപെടുത്തില്ല. വേർപെടുത്താൻ വേണ്ടി പറഞ്ഞല്ല മായേ. അങ്ങനെയാണെങ്കിൽ ജയിക്കും ദേവനൊക്കെ അവരുടെ അടുത്തേക്ക് വരാലോ. ആ അജയനും ഭാര്യയും ഒരിക്കലും അവിടേക്ക് വരികയില്ല. അല്ലാതെ ഇവിടെയാണെങ്കിലും അവരൊക്കെ വരാൻ മടിക്കും. ഭാവന ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കുന്ന എങ്ങനെയായിട്ടാ? അതുകൊണ്ട് ആ ഗായത്രിയും കൂടി പോയി നിൽക്കാൻ പറഞ്ഞത്. പാപ്പേട്ടൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാ ഗായത്രി. പക്ഷേ ഭാവനെ സൂര്യൻ വേണം തീരുമാനിക്കാൻ. ഇതിനൊന്നും അവര് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഭാവന പോയ കാര്യം എന്താവും നോക്കട്ടെ അമ്മേ. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, അല്ലേ മാമ? അതെ മായ, നമുക്ക് നോക്കാം. ഏട്ടാ, എനിക്ക് ഞാൻ കാപ്പി എടുക്കാം. ആന്റി, മോളെ, സൂര്യ എവിടെ? സൂര്യ വന്നില്ല ആന്റി. എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം. അതിനുവേണ്ടി ഞാനിപ്പോ വന്നേ. ആന്റി വിഷമിക്കണ്ട. ഞാൻ കാരണം ഒരിക്കലും സൂര്യ ആന്റിക്ക് നഷ്ടപ്പെടില്ല. സൂര്യയ്ക്ക് ഒരിക്കലും അച്ഛനമ്മമാരെ നഷ്ടപ്പെടാൻ പാടില്ല.
അതുകൊണ്ടാ ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. അങ്കിൾ എവിടെ? റൂമിലുണ്ട്. അങ്കിൾ, എന്തിനാ അങ്കിളെ ഞങ്ങളോട് ഈ അവഗണന? എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. എന്നെ പാട്ടിന് വിട്ടേക്ക്. ഇല്ല അങ്കിൾ, ഈ കുടുംബത്തിന്റെ പ്രകാശം കെടുത്താനല്ല ഞാൻ സൂര്യയുടെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിലേക്ക് വന്നത്. അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നതാ അങ്കിളിന്റെയും ആന്റിയുടെയും മുഖം. ആന്റി എന്നോടും ഞാൻ ആന്റിയോടും പല പരിഭവങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്കിൾ എന്നോടോ ഞാൻ അങ്കിളിനോടോ ഇന്ന് വരെ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ആ അങ്കിളാ ഇന്നലെ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത്. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അങ്കിളുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു തീരുമാനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്കിൾ, ഞാൻ എവിടെ നിന്നോ വന്നവളാ. എന്നെ കുറിച്ചൊന്നും അങ്കിൾ ചിന്തിക്കണ്ട. പക്ഷെ സൂര്യയുടെ എല്ലാമാണ് അങ്കിൾ. അങ്കിള് സൂര്യ തള്ളി പറഞ്ഞ പിന്നെ സൂര്യ ഇല്ല. ഞാൻ ഇനി എങ്ങനെയൊക്കെ സൂര്യയെ സ്നേഹിച്ചാലും അങ്കിളിന് പകരമാവില്ല. അതുകൊണ്ട് അങ്കിള് സൂര്യയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതെന്റെ അപേക്ഷയാ. എന്താ ഇത്? ഇതെന്റെ കഴുത്തിൽ സൂര്യ കെട്ടിയ താലി അങ്കിൾ. ഈ താലി എന്റെ കഴുത്തിലുള്ളതാ. ഇവിടെ പലർക്കും പ്രശ്നം.